ഹായ്. സത്യത്തിൽ ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് കേരളത്തിലേക്ക് വരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം സി വേണുഗോപാൽ എന്ന് പറയുന്ന ആ വ്യക്തിയെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധികായനാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ കേരളത്തിലേക്കുള്ള സന്ദർശനം നടത്തുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു എന്താണ് ഇവരുടെ അജണ്ട എന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പിന്നെയും പറയാൻ കാരണം ആ ഒരു മഹാപഞ്ചായത്ത് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ആ ഒരു സംഗമത്തിൽ പുറത്തുനിന്ന് ബംഗാളികളെ വരെ കൊണ്ടുവന്നാണ് അവിടുത്തെ വേദി നിറച്ചത് എന്നുള്ള വാർത്തകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അത് കൃത്യമായി റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ വി ഡി സതീശിനെയും കെ സുധാകരനെയും രമേശ് ചെന്നിത്തല അടങ്ങുന്ന മുതിർന്ന നേതാക്കന്മാരെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ കാണിക്കുന്ന ചില ഉഡായിപ്പുകളുണ്ട്. അതായത് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു, രാഹുൽ ഗാന്ധി ഇവരെല്ലാം തഴഞ്ഞിട്ട് സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് കൃത്യമായ ഒരു പ്രൊമിനൻസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സി വേണുഗോപാലിൻ്റെ പേര് തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞുകൊണ്ട് സി വേണുഗോപാലിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് സി വേണുഗോപാലിന് വേണ്ടി രാഹുൽ ഗാന്ധി PR വർക്ക് ചെയ്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കാര്യം ആ വേദിയിലിരുന്ന് പുല്ലുവില കൽപ്പിച്ചാണ് വി ഡി സതീശനെ ആ വേദിയിലിരുത്തിയത്. സംസാരിക്കുവാനുള്ളൊരു സാഹചര്യമില്ല, സ്വന്തം അഭിപ്രായം തുറന്ന് പറയാനുള്ള സാഹചര്യമില്ല. അതിനേക്കാൾ ഉപരി കെ സുധാകരനെ പോലെയുള്ള ഒരു മുൻ KPCC അധ്യക്ഷനൊക്കെ തൊട്ടടുത്ത് വന്നിരിക്കുമ്പം മാറിപ്പോടാ എനിച്ച് പോടാ എന്നുള്ളൊരു മട്ടിലാണ് രാഹുൽ ഗാന്ധി കെ സുധാകരനെയൊക്കെ ആട്ടിപ്പായിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയൊക്കെ ഒരു പ്രതിമയെ കണക്കാണ് ആ വേദിയിൽ ഇരുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ സംശയിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി വേണുഗോപാലിന് വേണ്ടി രാഹുൽ ഗാന്ധി പോലും കൊഴിലൂത്ത് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എല്ലാം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, രാഷ്ട്രീയം ഇങ്ങനെ മാറി കലങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സത്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നൊരു സംവിധാനത്തിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പം ഇതുമാത്രമല്ല, കാരണം മഹാപഞ്ചായത്ത് എന്ന് പറയുന്ന ആ ഒരു സംരംഭം, അല്ലെങ്കിൽ ആ സംഗമം നടത്തിയിട്ട് അതിനകത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിൻ്റ് ഇവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് ഒരു കാര്യം പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ആകെ പറയുന്നത് എന്താണ്, സി വേണുഗോപാലിനെ മൊത്തത്തിൽ ഒന്ന് കാണിക്കുകയാണ് ജനങ്ങളുടെ മുമ്പ്. ഒരു വലിയ വേദി അവർ വാടകയ്ക്ക് എടുക്കുന്നു, ഒരു വലിയ വേദി ഉണ്ടാക്കുന്നു, വലിയ വേദിക്ക് മുന്നിലേക്ക് സി വേണുഗോപാലിൻ്റെ മുഖം പിന്നെയും പ്രൊജക്റ്റ് ചെയ്ത് കാണിപ്പിക്കുന്നു, ബാക്കിയുള്ള നേതാക്കന്മാർക്ക് പുല്ലുവില കൊടുക്കുന്നു. ഇതല്ലാതെ അവിടെ പിന്നെ എന്താണ് നടന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളോട് സംസാരിച്ചു എന്തെങ്കിലും? അതിനിടയ്ക്ക് ഒരു ബംഗാളിലുള്ള വ്യക്തി, ഇവിടുത്തെ ഒരു അതിഥി തൊഴിലാളി, അന്യസംസ്ഥാന തൊഴിലാളിയുടെ വ്യക്തി രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിക്കുന്നു, ബംഗാളിൽ നിങ്ങൾ ഭരിച്ചിട്ട് അവിടെ എന്താണ് ഉണ്ടാക്കിയത്? കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു വികസനമൊക്കെ കണ്ടില്ല, ഇതുപോലെ എന്നാണ് ബംഗാൾ മാറുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉത്തരവില്ലാത്തൊരു സാഹചര്യമുണ്ട്. അവസാനം ഈ കേരളത്തിൻ്റെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ആ അതിഥി തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വാങ്ങിക്കുന്നു, അദ്ദേഹത്തെ പിടിച്ചു തള്ളുന്നു, അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നു. അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അടപ്പിക്കുന്ന സാഹചര്യം. അതിലുപരി ഇത്തരത്തിൽ എന്തിനാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്? ചുമ്മാ ഒരു പൊറോട്ട നാടകമാണ് ഇവിടേക്ക്, മനസ്സിലായില്ലേ? പൊറോട്ട നാടകം മാത്രമാണ്. അപ്പോൾ സി വേണുഗോപാലിനെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എടുത്ത് കാണിക്കുവാൻ വേണ്ടി കാണിച്ച വെറും ഉടായ്പ പരിപാടികളാണ് ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് സംഗമം പോലെ, മഹാപഞ്ചായത്ത് പോലുള്ള സംഗമങ്ങളും ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും 100% പറഞ്ഞു വയ്ക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. സി വേണുഗോപാലിന് വേണ്ടി വി ഡി സതീശനെ തഴയുന്നു, വി ഡി സതീശന് പുല്ലുവില കൽപ്പിക്കുന്നു, മുതിർന്ന നേതാക്കന്മാർക്ക് പുല്ലുവില കൽപ്പിക്കുന്നു. അപ്പോൾ സി വേണുഗോപാലിന് വേണ്ടി PR വർക്ക് ചെയ്യുന്ന ഒരു ഉടായ്പായി രാഹുൽ ഗാന്ധി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരി.